കോഴിക്കോട് കൂടരഞ്ഞിയിൽ നിന്നും യുവാവിനെ കാണാതായതായി പരാതി. ഊട്ടി കോതേരി സ്വദേശി സതീഷിനെയാണ് കാണാതായത്. 17-ന് രാവിലെ തമ്പുരാൻകൊല്ലി ഭാഗത്തു നിന്നും കാട്ടിലേക്ക് പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ മൊഴി നൽകി. പോലീസും വനംവകുപ്പും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. വിവരങ്ങളുമായി മുക്കത്തുനിന്ന് അബ്ദുൽ കലാം ആസാദ് ചേരുന്നുണ്ട്. ആസാദ്, ഈ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ യുവാവിനെ, സതീശനെ കാണാതാകുന്നത്. ഇയാൾ തനിച്ചാണോ, എവിടേക്കാണ് പോയതെന്ന വിവരമുണ്ടോ? അന്വേഷണം എങ്ങനെയാണ്? 17-ാം തീയതി രാവിലെ ആണ് ഇദ്ദേഹത്തെ കാണാതായത്. ഈ പൂവാറത്തോട് മലയോര മേഖലയാണ്, വനത്തോട് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കൂടരഞ്ഞി പഞ്ചായത്തിലെ. ഈ 17-ാം തീയതി രാവിലെ ഇദ്ദേഹം കാട്ടിലേക്ക് കയറി പോകുന്നതിന്റെ പോയി എന്നാണ് ആളുകൾ ദൃക്സാക്ഷികൾ പറയുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു റിസോർട്ടിലെ CCTV ക്യാമറയിലും ഇദ്ദേഹം അതുവഴി കാട്ടിലേക്ക് കയറി പോകുന്നതായി കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ പൂവാറത്തോടിലെ ഒരു റിസോർട്ടിലാണ് ഈ സതീഷ് ജോലി ചെയ്യുന്നത്. കോത്തഗിരി, തമിഴ്നാട് ഊട്ടി കോത്തഗിരി സ്വദേശിയാണ് സതീഷ്. ഇതിനെ കാണാതായതോടെ ഈ റിസോർട്ടിനൊപ്പം തിരുവമ്പാടി പോലീസിൽ പരാതി നൽകുകയും വനം വകുപ്പിന്റെയും പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അന്ന് രാവിലെ പൂവാറത്തോട് കടയിൽ ചെന്ന് ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഈ വനത്തിലേക്ക് കയറിപ്പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇപ്പോഴും വനം വകുപ്പിന്റെയും പോലീസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തോടൊപ്പം ജോലിക്കായി എത്തിയ എല്ലാവരും ഈ റിസോർട്ടിൽ തന്നെ ഉണ്ട്. ഈ ഇദ്ദേഹത്തെ കാണാതായതോടെയാണ് പോലീസിൽ ഹോട്ടലുടമ പരാതി നൽകിയത്. അങ്ങനെ ഈ സംശയം എന്താണ്? പോലീസിന്റെയും വനവകുപ്പിന്റെയും സംശയം എന്താണ്? വഴിതെറ്റിപ്പോയതായിരിക്കുമോ, അതോ നീ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ ഈ വനമേഖലയിലേക്ക് നടന്നത് പോയതായിരിക്കുമോ? നമ്മളിപ്പോ അവിടെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇദ്ദേഹം തനിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം കയറിപ്പോയതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മാനസികമായ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായും അവർ പറയുന്നുണ്ട്. ഇത്തരത്തില് ആണ് ഇയാള് വനത്തിലേക്ക് കയറിപ്പോയത്. 17-ാം തീയതി രാവിലെ റിസോർട്ടിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത കടയിൽ ചെന്ന് ചായ കുടിച്ചതിന് ശേഷം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഇദ്ദേഹം സ്വയം വനത്തിലേക്ക് കയറി പോവുകയായിരുന്നു. ഈ ഇദ്ദേഹത്തെ കാണാതെ ആയതിനെ തുടർന്ന്